കൊച്ചി നഗരം കനത്ത മഴയിലായിരുന്നു. സമയം പുലർച്ചെ 2 മണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആര്യൻ മാധവ് തൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. ഉറക്കം അയാളെ വിട്ടുപോയിട്ട് ദിവസങ്ങളായി. പെട്ടെന്നാണ് അയാളുടെ ഫോൺ ശബ്ദിച്ചത്. ആ സമയത്തുള്ള ആ വിളി ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കമാണെന്ന് ആര്യൻ അറിഞ്ഞിരുന്നില്ല. സർ, ഞാനാണ്. കൺട്രോൾ റൂമിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ വിനോദ്. പനമ്പിള്ളി നഗറിലെ ഒരു പഴയ ബംഗ്ലാവിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടത് പ്രമുഖ ബിസിനസ്സുകാരൻ ശേഖർ വർമ്മയാണ്. ആര്യൻ്റെ നെറ്റി ചുളിഞ്ഞു. ശേഖർ വർമ്മ, നഗരത്തിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ. ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. സീൻ ഓഫ് ക്രൈം ആരും തൊടാതെ നോക്കണം, ആര്യൻ പറഞ്ഞു. മഴയത്ത് തൻ്റെ കറുത്ത ജീപ്പ് ഓടിച്ച് ആര്യൻ സംഭവസ്ഥലത്തെത്തി. ആ പഴയ ബംഗ്ലാവിന് ചുറ്റും പോലീസ് ജീപ്പുകളുടെ ചുവന്ന വെളിച്ചം മിന്നിമറയുന്നുണ്ടായിരുന്നു. ഫോറൻസിക് ടീം അവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ബംഗ്ലാവിനുള്ളിലെ വലിയ ലിവിംഗ് റൂമിൽ ഒരു ചാരുകസേരയിൽ ശേഖർ വർമ്മ ഇരിക്കുന്നു. കണ്ണു തുറിച്ച നിലയിൽ, കഴുത്തിലൊരു നേർത്ത ചുവന്ന പാടു മാത്രം. പുറമേക്ക് മറ്റു പരിക്കുകളൊന്നുമില്ല. എന്നാൽ ആ മുറിയിൽ ആര്യൻ്റെ ശ്രദ്ധ കവർന്നത് മറ്റൊരു കാര്യമാണ്. ശേഖർ വർമ്മയുടെ മൃതദേഹത്തിനു മുന്നിലുള്ള മേശപ്പുറത്ത് രക്തം കൊണ്ട് വരച്ച ഒരു വിചിത്രമായ ചിഹ്നം. ഒരു വൃത്തത്തിനുള്ളിൽ തറച്ചു നിൽക്കുന്ന 3 അമ്പുകൾ. സർ, ഇതൊരു സാധാരണ കൊലപാതകമല്ലെന്ന് തോന്നുന്നു, കൂടെയുള്ള കോൺസ്റ്റബിൾ സലീം മന്ത്രിച്ചു. ആര്യൻ ആ ചിഹ്നത്തിലേക്ക് നോക്കി നിന്നു. അയാളുടെ മനസ്സ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പഴയ കേസിലേക്ക് പാഞ്ഞുപോയി. ഇതേ ചിഹ്നം താൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സലീം, ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കണം. പിന്നെ ശേഖർ വർമ്മ അവസാനമായി സംസാരിച്ച ആളുകളുടെ ലിസ്റ്റ് എനിക്ക് വേണം. ആര്യൻ കൽപ്പിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ വേട്ടയാടാനിറങ്ങിയ ഒരു സിംഹത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. ആരോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ തൻ്റെ സർവീസ് റിവോൾവർ പുറത്തെടുത്തു. ആരാണവിടെ? പുറത്തേക്ക് വരൂ, ആര്യൻ ഗർജിച്ചു. മറഞ്ഞു നിന്ന ആ രൂപം സാവധാനം വെളിച്ചത്തിലേക്ക് വന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. വിറയ്ക്കുന്ന കൈകളുമായി പേടിച്ചു വിറച്ചു നിൽക്കുന്ന ശേഖർ വർമ്മയുടെ ഏക മകൾ മീര. അവളുടെ കയ്യിൽ ചോര പുരണ്ട ഒരു ഡയറി ഉണ്ടായിരുന്നു. മീരയുടെ കൈകളിലിരുന്ന ഡയറി ആര്യൻ സാവധാനം വാങ്ങി. അവൾ ആകെ തകർന്നിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ആര്യൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിലെ ഭയം വെറുമൊരു കൊലപാതകം കണ്ടതിൻ്റെ മാത്രമായിരുന്നില്ല. അതിൽ മറ്റെന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മീര, പേടിക്കണ്ട. ഇതാരാണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? ആര്യൻ മൃദുവായി ചോദിച്ചു. അവൾ തലയാട്ടി. അറിയില്ല സർ. പക്ഷേ അച്ഛൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോടൊക്കെയോ ഫോണിൽ തർക്കിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ആരോ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആര്യൻ ആ ഡയറി തുറന്നു. അതിലെ താളുകൾ പലതും കീറി മാറ്റിയിരുന്നു. അവസാനത്തെ പേജിൽ ചോര കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: ഇത് ഒരു തുടക്കം മാത്രമാണ്. പാപത്തിൻ്റെ വില രക്തം കൊണ്ട് തന്നെ നൽകണം. അതിനടിയിൽ ലിവിംഗ് റൂമിലെ മേശപ്പുറത്ത് കണ്ട അതേ വിചിത്രമായ ചിഹ്നം. വൃത്തത്തിനുള്ളിലെ 3 അമ്പുകൾ വീണ്ടും വരച്ചു വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ഫോറൻസിക് ഓഫീസർ ഡോക്ടർ ശരത് അങ്ങോട്ട് വന്നു. ആര്യൻ, ഒരു പ്രധാന കാര്യം. പ്രാഥമിക പരിശോധനയിൽ ശേഖർ വർമ്മ കൊല്ലപ്പെട്ടത് ശ്വാസം മുട്ടിയാണെന്ന് തോന്നുമെങ്കിലും അയാളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സാധാരണ എവിടെയും കിട്ടുന്ന ഒന്നല്ല. ആര്യൻ ആലോചനയിലാണ്ടു. അപ്പോഴാണ് സലീം ഓടി വന്നത്. സർ, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? രാത്രി 1:30-നും 2:00-നും ഇടയിലുള്ള ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ സിസ്റ്റം ഹാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാവിൻ്റെ പിൻവശത്തെ മതിൽ ചാടി ഒരാൾ പുറത്തേക്ക് പോകുന്നത് ദൂരെയുള്ള ഒരു സ്ട്രീറ്റ് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം. ആ രൂപത്തിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആര്യൻ ആ ദൃശ്യം സൂം ചെയ്ത് നോക്കി.
ആ റെയിൻകോട്ടിൻ്റെ കൈമുട്ടിൽ ഒരു ചെറിയ തിളക്കം, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ലോഗോ. അതൊരു പ്രമുഖ സെക്യൂരിറ്റി ഏജൻസിയുടേതായിരുന്നു. സലീം, നഗരത്തിലെ എല്ലാ സെക്യൂരിറ്റി ഏജൻസികളുടെയും ലിസ്റ്റ് എടുക്കൂ. പ്രത്യേകിച്ച് ഈ ലോഗോ ഉള്ളത് ഏതാണെന്ന് കണ്ടെത്തണം, ആര്യൻ ഉത്തരവിട്ടു. അന്ന് പുലർച്ചെ ആര്യൻ തൻ്റെ ഓഫീസിലെത്തി ആ പഴയ ഫയലുകൾ പരതി. വർഷങ്ങൾക്ക് മുൻപ് സൈലന്റ് കില്ലർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കൊലയാളി ഇതേ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. പക്ഷേ അയാൾ ജയിലിൽ വെച്ച് മരിച്ചതാണ്. പിന്നെങ്ങനെ ഇത് വീണ്ടും സംഭവിക്കുന്നു? ആര്യൻ ഡയറിയിലെ അടുത്ത പേജിലേക്ക് മറിച്ചു. അവിടെ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ആര്യൻ വിളിച്ചു. മറുപുറത്ത് ഫോൺ എടുത്തത് ഒരു സ്ത്രീയായിരുന്നു. ആര്യൻ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയപ്പോൾ അപ്പുറത്ത് കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. പിന്നീട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു, നിങ്ങൾ വൈകിപ്പോയി ഓഫീസർ, അടുത്തത് ഞാനാണ്. അവൻ എന്നെ തേടി വരുന്നുണ്ട്. പെട്ടെന്നൊരു നിലവിളിയും ഫോൺ തറയിൽ വീഴുന്ന ശബ്ദവും ആര്യൻ കേട്ടു. ഫോണിലൂടെ കേട്ട ആ നിലവിളി ആര്യനെ പിടിച്ചുലച്ചു. ഉടൻ തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ അയാൾ ഉത്തരവിട്ടു. സർ, ലൊക്കേഷൻ കിട്ടി. MG റോഡിലെ ഒരു പഴയ അപ്പാർട്ട്മെൻറ്റാണ്. പേര് സൗപർണിക, സലീം വിളിച്ചു പറഞ്ഞു. ആര്യനും സംഘവും നിമിഷങ്ങൾക്കുള്ളിൽ അപ്പാർട്ട്മെൻറ്റിലെത്തി. 3-ാം നിലയിലെ 304-ാം നമ്പർ മുറി പകുതി തുറന്ന നിലയിലായിരുന്നു. അകത്തേക്ക് കയറിയ ആര്യൻ കണ്ടത് ആകെ അലങ്കോലപ്പെട്ട ഒരു മുറിയാണ്. തറയിൽ വീണ് കിടക്കുന്ന ഒരു ലാൻഡ് ലൈൻ ഫോൺ, ഒരു വശത്തായി ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു സ്ത്രീ. അവൾ മരിച്ചിട്ടില്ല. വേഗം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റൂ, ആര്യൻ അലറി. അവൾ ശേഖർ വർമ്മയുടെ പഴയ ബിസിനസ് പാർട്ട്ണറായിരുന്ന അഞ്ജലി മോഹനായിരുന്നു. ആര്യൻ ആ മുറി പരിശോധിക്കവേ അഞ്ജലിയുടെ കഴുത്തിൽ ശേഖർ വർമ്മയുടെ ശരീരത്തിൽ കണ്ട അതേ തരം പാടുകൾ ശ്രദ്ധിച്ചു. പക്ഷേ കൊലയാളിക്ക് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആര്യൻ്റെ ഫോൺ കോൾ അയാളെ തടസ്സപ്പെടുത്തിയിരിക്കണം. തറയിൽ ചിതറിക്കിടക്കുന്ന ഫോട്ടോകൾക്കിടയിൽ നിന്ന് ആര്യന് ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി. വർഷങ്ങൾക്ക് മുൻപെടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. അതിൽ 5 പേരുണ്ടായിരുന്നു. ശേഖർ വർമ്മ, അഞ്ജലി മോഹൻ, പിന്നെ തിരിച്ചറിയാത്ത 3 പേർ. ആ ഫോട്ടോയുടെ പിന്നിൽ 1998 ചെയ്ത പാപത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് എഴുതിയിരുന്നു. പെട്ടെന്ന് സലീം ഒരു കാര്യം ശ്രദ്ധിച്ചു. സർ, ജനാലയുടെ പുറത്ത് ആരോ ഉണ്ട്. ആര്യൻ ജനാലയ്ക്കൽ ഓടിയെത്തിയപ്പോൾ താഴെ പാർക്കിംഗ് ഏരിയയിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരാൾ ബൈക്കിൽ പാഞ്ഞു പോകുന്നത് കണ്ടു. ആര്യൻ ഒട്ടും വൈകാതെ താഴേക്കോടി തൻ്റെ ജീപ്പ് എടുത്തു. ഒരു അതിശക്തമായ ചേസിംഗ് കൊച്ചി നഗരത്തിലെ ഇടവഴികളിലൂടെ ആരംഭിച്ചു. മഴയിൽ കുതിർന്ന റോഡുകളിലൂടെ ബൈക്ക് അതിവേഗം പാഞ്ഞു. ആര്യൻ അവനെ ഏതാണ്ട് വളഞ്ഞു കഴിഞ്ഞതായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു വലിയ ലോറി റോഡിനു കുറുകെ വന്നു. ആര്യൻ ബ്രേക്ക് ചവിട്ടിയപ്പോഴേക്കും ബൈക്ക് ഓടിച്ചു വന്നയാൾ ഒരു കെട്ടിടത്തിൻ്റെ മറവിലേക്ക് അപ്രത്യക്ഷനായി. തിരികെ അപ്പാർട്ട്മെൻറ്റിലെത്തിയ ആര്യന് സലീം ഒരു പെൻഡ്രൈവ് കൈമാറി. സർ, അഞ്ജലിയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ പ്രൊജക്റ്റ് ഫോണിക്സ് എന്ന പേരിൽ ഒരു ഫോൾഡറുണ്ട്. അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ആര്യൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത്. അതൊരു വീഡിയോ ലിങ്ക് ആയിരുന്നു. ആര്യൻ അത് തുറന്നു. വീഡിയോയിൽ ഒരു ഇരുണ്ട മുറിയിൽ ശേഖർ വർമ്മ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. അയാളുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആര്യൻ മാധവ്, നിങ്ങൾ തെറ്റായ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. നീതി നടപ്പിലാക്കുന്നത് ഞാനാണ്. അടുത്ത ഇര ആരാണെന്ന് അറിയണോ? ക്യാമറ സാവധാനം തിരിഞ്ഞു. അവിടെ ഒരു കസേരയിൽ ബോധരഹിതനായി ഇരിക്കുന്നത് മറ്റാരുമല്ല, സിറ്റി പോലീസ് ഫോറൻസിക് ലാബിലെ ഡോക്ടർ ശരത്തായിരുന്നു. വീഡിയോ അവസാനിച്ചതും ആര്യൻ ശ്വാസമടക്കി നിന്നു. തൻ്റെ ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ഈ കേസിലെ തെളിവുകൾ വിശകലനം ചെയ്യുന്ന ഡോക്ടർ ശരത് ഇപ്പോൾ കൊലയാളിയുടെ കൈപ്പിടിയിലാണ്. ഇത് കേവലം ഒരു കൊലപാതക പരമ്പരയല്ല,
മറിച്ച് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു ബുദ്ധിപരമായ കളിയാണെന്ന് ആര്യന് മനസ്സിലായി. സലീം, ഈ വീഡിയോ വരുന്ന IP അഡ്രസ് ഉടൻ ട്രാക്ക് ചെയ്യൂ, ആര്യൻ അലറി. പക്ഷേ കൊലയാളി അതീവ ബുദ്ധിമാനായിരുന്നു. സർ, ഇതൊരു VPN ഉപയോഗിച്ചാണ് അയച്ചിരിക്കുന്നത്. ലൊക്കേഷൻ കാണിക്കുന്നത് ബ്രസീലിലാണ്. പക്ഷെ നമുക്ക് സിഗ്നൽ ജമ്പ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. സലീം ലാപ്ടോപ്പിൽ വിരലുകൾ ചലിപ്പിച്ചു. അതിനിടെ അഞ്ജലി മോഹൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ പ്രൊജക്റ്റ് ഫോണിക്സ് എന്ന ഫോൾഡർ തുറക്കാൻ ആര്യൻ സൈബർ വിദഗ്ധരുടെ സഹായം തേടി. മിനിറ്റുകൾക്കുള്ളിൽ ആ ഫയലുകൾ തെളിഞ്ഞു വന്നു. 1998 നടന്ന ഒരു മെഡിക്കൽ പരീക്ഷണത്തിൻ്റെ രേഖകളായിരുന്നു അത്. ശേഖർ വർമ്മയും അഞ്ജലിയും ചേർന്ന് നടത്തിയ ഒരു നിയമവിരുദ്ധ മരുന്ന് പരീക്ഷണം. ആ പരീക്ഷണത്തിനിടെ ഒരു ദരിദ്ര കുടുംബത്തിലെ 3 കുട്ടികൾ മരിച്ചിരുന്നു. ആ കേസ് അന്ന് പണം ഉപയോഗിച്ച് അവർ ഒതുക്കി തീർത്തു. അപ്പോൾ ഇതൊരു പ്രതികാരമാണ്, ആര്യൻ മന്ത്രിച്ചു. ആ പരീക്ഷണത്തിൽ ഇരയായവരുടെ കുടുംബത്തിൽ നിന്നാരോ ആണ് ഇതിനു പിന്നിൽ. പെട്ടെന്ന് സലീമിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു സിഗ്നൽ തെളിഞ്ഞു. സർ, വീഡിയോ സ്ട്രീം ചെയ്യുന്നത് കൊച്ചി തുറമുഖത്തിനടുത്തുള്ള ഒരു പഴയ ഐസ് ഫാക്ടറിയിൽ നിന്നാണ്. ആര്യനും സംഘവും സൈറൺ മുഴക്കാതെ അങ്ങോട്ടേക്ക് കുതിച്ചു. തകർന്നു വീഴാറായ ആ ഐസ് ഫാക്ടറിക്ക് ചുറ്റും കനത്ത കാവലേർപ്പെടുത്തി. തോക്കുമായി ആര്യൻ അകത്തേക്ക് നീങ്ങി. ഉള്ളിൽ മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. ദൂരെ ഒരു മുറിയിൽ മഞ്ഞ വെളിച്ചം കത്തുന്നത് കണ്ട് ആര്യൻ അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു കസേരയിൽ ഡോക്ടർ ശരത്തിനെ കെട്ടിയിട്ടിരിക്കുന്നു. അയാളുടെ കഴുത്തിനു ചുറ്റും ഒരു യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 4:59, 4:58. സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരത്, ആര്യൻ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. നിൽക്കൂ ആര്യൻ, ശരത്ത് നിലവിളിച്ചു. എൻ്റെ കസേരയ്ക്ക് താഴെ ഒരു പ്രഷർ സെൻസറുണ്ട്. നിങ്ങളടുത്തേക്ക് വന്നാൽ ഇത് ഉടൻ പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് ഫാക്ടറിയിലെ സ്പീക്കറുകളിലൂടെ ആ അജ്ഞാത ശബ്ദം വീണ്ടും മുഴങ്ങി. ആര്യൻ മാധവ്, സ്വാഗതം. നീതിയുടെ തുലാസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ശരത്തിനെ രക്ഷിക്കണോ അതോ 1998 ആ സത്യം പുറം ലോകത്തെ അറിയിക്കണോ? ശരത്തിൻ്റെ കഴുത്തിലെ യന്ത്രം അഴിക്കാൻ ഒരു പാസ്വേഡ് വേണം. ആ പാസ്വേഡ് അഞ്ജലിയുടെ ഡയറിയിലെ ആ ചിഹ്നത്തിൻ്റെ അർത്ഥമാണ്. ആര്യൻ തൻ്റെ തലച്ചോറിനെ വേഗത്തിൽ ചലിപ്പിച്ചു. വൃത്തത്തിനുള്ളിലെ 3 അമ്പുകൾ. പെട്ടെന്ന് അയാൾക്ക് ആ പഴയ ഫയൽ ഓർമ്മ വന്നു. സലീം, ആ ചിഹ്നം, അത് എർനീസ് എന്ന ഗ്രീക്ക് ദേവതമാരുടെ അടയാളമാണ്. പ്രതികാരത്തിൻ്റെ ദേവതമാർ. ആര്യൻ യന്ത്രത്തിലെ കീബോർഡിൽ റിവെഞ്ച് എന്ന് ടൈപ്പ് ചെയ്യാനൊരുങ്ങി. പക്ഷേ അയാളൊന്ന് മടിച്ചു. കൊലയാളി ഇത്ര ലളിതമായ ഒരു വാക്ക് പാസ്വേഡായി നൽകുമോ? സമയം 15:14. പെട്ടെന്ന് ആര്യൻ ആ പഴയ ഫോട്ടോ ഓർത്തു. അതിൽ 5 പേരുണ്ടായിരുന്നു. ശേഖർ, അഞ്ജലി, പിന്നെ 3 കുട്ടികൾ. അല്ല, പ്രതികാരമല്ല. ഇതിൻ്റെ ഉത്തരം ആ കുട്ടികളുടെ പേരാണ്, ആര്യൻ വിളിച്ചു പറഞ്ഞു. സമയം അതിവേഗം കുറയുകയാണ്. 08:07. ആര്യൻ്റെ വിരലുകൾ കീബോർഡിന് മുകളിൽ വിറച്ചു. റിവെഞ്ച് എന്ന വാക്ക് തെറ്റാണെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. അഞ്ജലിയുടെ ലാപ്ടോപ്പിൽ കണ്ട ഫയലുകളിലൂടെ അയാൾ മനസ്സിനെ വേഗത്തിൽ പായിച്ചു. ആ മരുന്ന് പരീക്ഷണത്തിൽ മരിച്ച 3 കുട്ടികളുടെ പേരുകൾ: അമല, വിനു, അനു. ആര്യൻ പെട്ടെന്ന് ആ 3 പേരുകളുടെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് AVA എന്ന് ടൈപ്പ് ചെയ്തു. 01. യന്ത്രം ഒരു ചെറിയ ശബ്ദത്തോടെ നിശ്ചലമായി. ശരത്തിൻ്റെ കഴുത്തിലെ ലോക്ക് തുറന്നു. ആര്യൻ ഓടിച്ചെന്ന് ശരത്തിനെ പിടിച്ചു മാറ്റി. തൊട്ടടുത്ത സെക്കൻഡിൽ ആ മുറിയുടെ മറുഭാഗത്ത് ഒരു ചെറിയ സ്ഫോടനം നടന്നു. വലിയ അപകടമില്ലായിരുന്നു എങ്കിലും ആ പ്രദേശം പുക കൊണ്ട് നിറഞ്ഞു. ആര്യൻ, നീ അത് കണ്ടെത്തി, ശരത്ത് ശ്വാസം കിട്ടാതെ പറഞ്ഞു. ആര്യൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചുറ്റും നോക്കി. പുകയ്ക്കിടയിലൂടെ ഒരു രൂപം ഓടിപ്പോകുന്നത് അയാൾ കണ്ടു. സലീം, ശരത്തിനെ നോക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആര്യൻ ആ രൂപത്തിന് പിന്നാലെ പാഞ്ഞു.
ഫാക്ടറിയുടെ ടെറസിലേക്കാണ് ആ രൂപം ഓടിക്കയറിയത്. അവിടെ കനത്ത മഴയിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ച ആൾ നിന്നു. അയാൾക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ലായിരുന്നു. ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല. നിനക്ക് വേണ്ടത് നീതിയാണെങ്കിൽ നിയമത്തിന് വിട്ടുതരിക, ആര്യൻ തോക്ക് ചൂണ്ടി പറഞ്ഞു. ആ രൂപം സാവധാനം തിരിഞ്ഞു. അയാൾക്ക് തൻ്റെ മുഖത്തെ മാസ്ക് മാറ്റി. ആര്യൻ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, ശേഖർ വർമ്മയുടെ വിശ്വസ്തനായ സെക്യൂരിറ്റി ഓഫീസർ രാഘവനായിരുന്നു അത്. നിയമമോ? ഏത് നിയമം? രാഘവൻ ചിരിച്ചു. ആ ചിരിയിൽ വർഷങ്ങളായുള്ള പകയുണ്ടായിരുന്നു. ആ പരീക്ഷണത്തിൽ മരിച്ച ആ 3 കുട്ടികളിൽ ഒരാൾ എൻ്റെ മകനായിരുന്നു ആര്യൻ. ശേഖർ വർമ്മയും അഞ്ജലിയും എൻ്റെ ജീവിതം തകർത്തു. അവർക്ക് കൂട്ടുനിന്ന ഭരണകൂടവും പോലീസും എന്നെ കേട്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എൻ്റെ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇവരുടെയെല്ലാം ചോര വീഴണമെന്ന്. പക്ഷേ രാഘവൻ, നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, ആര്യൻ പറഞ്ഞു. അവകാശം തരാത്തവർക്ക് അത് പിടിച്ചു വാങ്ങണം. പക്ഷേ ആര്യൻ, നീ വിചാരിക്കുന്നത് പോലെ ഞാനല്ല ഇതിൻ്റെ തലവൻ. ഞാൻ വെറുമൊരു ഉപകരണം മാത്രമാണ്. ആര്യൻ അമ്പരന്നു. തലവനോ? അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരാളുണ്ടോ? രാഘവൻ ഒരു വിചിത്രമായ ചിഹ്നം കാണിച്ചു. തൻ്റെ കയ്യിൽ പച്ച കുത്തിയ ആ വൃത്തവും 3 അമ്പുകളും. ഞങ്ങളൊരു കൂട്ടമാണ്, ത്രിശൂലം. ഒരാളെ പിടിച്ചാൽ മറ്റൊരാൾ വരും. നീതി ലഭിക്കുന്നതുവരെ ഇത് തുടരും. പെട്ടെന്ന് രാഘവൻ ടെറസിൻ്റെ അരികിലേക്ക് നീങ്ങി. അടുത്ത ഇര ആരാണെന്നറിയണോ? നിന്റെ ഫയലിൽ തന്നെയുണ്ട് ആ ഉത്തരം. അത്രയും പറഞ്ഞ് ആര്യൻ തടയുന്നതിനു മുൻപ് രാഘവൻ താഴെയുള്ള പുഴയിലേക്ക് ചാടി. ആര്യൻ താഴേക്ക് നോക്കി. പക്ഷേ ഇരുട്ടിലും കനത്ത മഴയിലും രാഘവനെ കാണാൻ കഴിഞ്ഞില്ല. തിരികെ സ്റ്റേഷനിലെത്തിയ ആര്യൻ ആ പഴയ ഫയൽ വീണ്ടും പരിശോധിച്ചു. 1998 ആ കേസിൽ അന്ന് പ്രതികളെ വെറുതെ വിട്ട ജഡ്ജിയുടെ പേര് കണ്ടപ്പോൾ ആര്യൻ്റെ രക്തം തണുത്തുപോയി. അത് റിട്ടയർഡ് ജസ്റ്റിസ് കരുണാകരൻ നായരായിരുന്നു, ആര്യൻ്റെ സ്വന്തം അമ്മാവൻ. തൻ്റെ അമ്മാവൻ ജസ്റ്റിസ് കരുണാകരൻ നായരുടെ പേര് ആ പഴയ ഫയലിൽ കണ്ടതോടെ ആര്യൻ ഒരു നിമിഷം തരിച്ചുപോയി. നീതിയുടെ കാവൽക്കാരനായി താൻ കണ്ടിരുന്ന അമ്മാവൻ പണ്ട് 3 കുരുന്നുകളുടെ ജീവൻ എടുത്തവർക്ക് കൂട്ടുനിന്നിരുന്നു. സലീം, എനിക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകണം. നീ ശരത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് ഉറപ്പുവരുത്തുക, ആര്യൻ പറഞ്ഞു. കനത്ത മഴയെ വകഞ്ഞു മാറ്റി ആര്യൻ കരുണാകരൻ നായരുടെ തറവാട്ടിലേക്ക് പാഞ്ഞു. അവിടെ എത്തുമ്പോൾ വീട് നിശബ്ദമായിരുന്നു. ഉമ്മറത്തെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ആര്യൻ്റെ ഉള്ളിൽ ആദി കൂടി വന്നു. തോക്ക് തയ്യാറാക്കി പിടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. അമ്മാവാ, അമ്മാവാ. ലൈറ്റുകൾ ഇട്ടപ്പോൾ കണ്ട കാഴ്ച ആര്യനെ തളർത്തി. ലിവിംഗ് റൂമിലെ ചുമരിൽ വലിയ അക്ഷരങ്ങളിൽ ചുവന്ന പെയിൻ്റ് കൊണ്ട് അതേ ചിഹ്നം വരച്ചിരിക്കുന്നു. വൃത്തത്തിനുള്ളിലെ 3 അമ്പുകൾ. അടുത്ത മുറിയിൽ നിന്ന് ഒരു തർക്കത്തിൻ്റെ ശബ്ദം കേട്ടു. ആര്യൻ അങ്ങോട്ട് കുതിച്ചു. അവിടെ കസേരയിൽ കെട്ടിയിടപ്പെട്ട നിലയിൽ ജസ്റ്റിസ് കരുണാകരൻ. അദ്ദേഹത്തിന് മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം കത്തി വീശുന്നു. ആയുധം താഴെയിടൂ, ആര്യൻ അലറി. ആ രൂപം തിരിഞ്ഞു നോക്കി. അത് രാഘവനല്ലായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. അവനെ കണ്ടാൽ ഒരു IT ഉദ്യോഗസ്ഥനാണെന്നേ തോന്നും. ആര്യൻ, നീ വൈകിപ്പോയി. ഇയാൾ തൻ്റെ വിധി നടപ്പിലാക്കാൻ പോവുകയാണ്, ആ ചെറുപ്പക്കാരൻ ശാന്തമായി പറഞ്ഞു. നീ ആരാണ്? ആര്യൻ ചോദിച്ചു. എൻ്റെ പേര് വരുൺ, അമലയുടെ സഹോദരനാണ് ഞാൻ. 1998 നിങ്ങളുടെ ഈ അമ്മാവൻ പണത്തിനു വേണ്ടി എഴുതിത്തള്ളിയത് എൻ്റെ സഹോദരിയുടെ ജീവിതമാണ്. വരുണിൻ്റെ കണ്ണുകളിൽ തീപ്പൊരികൾ മിന്നി. കരുണാകരൻ നായർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആര്യൻ, എന്നെ രക്ഷിക്കൂ. ഞാൻ അന്ന് നിർബന്ധിതനായി പോയതാണ്. നിർബന്ധിതനോ? വരുൺ ചിരിച്ചു. ശേഖർ വർമ്മ അന്ന് നിങ്ങൾക്ക് തന്ന 5 കോടി രൂപയുടെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ആഡംബരം ആ കുട്ടികളുടെ ചോര കൊണ്ട് പണിതതാണ്.
ആര്യൻ്റെ മനസ്സ് രണ്ടാക്കുകയായിരുന്നു. തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണവും അമ്മാവനോടുള്ള സ്നേഹവും ഒരു വശത്ത്, മറുവശത്ത് വരുൺ ചോദിക്കുന്ന നീതി. വരുൺ, നീ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. നിയമം ഞാൻ നടപ്പിലാക്കും. എനിക്ക് ഈ തെളിവുകൾ തരൂ. ആര്യൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിയമമോ? ആര്യൻ, നിന്റെ സിസ്റ്റം മലിനമാണ്. നോക്കൂ. വരുൺ തൻ്റെ ലാപ്ടോപ്പിൽ ഒരു ബട്ടൺ അമർത്തി. പെട്ടെന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള ഒരു തത്സമയ ഓഡിയോ റെക്കോർഡിംഗ് പുറത്തു വന്നു. അതിൽ സിറ്റി പോലീസ് കമ്മീഷണർ മറ്റാരോടോ സംസാരിക്കുന്നു. ആര്യൻ ആ പഴയ ഫയലുകൾ പൊക്കിക്കഴിഞ്ഞു. അവൻ അപകടകാരിയാണ്. രാഘവനെ കൊന്നതുപോലെ ആര്യനെയും നമുക്ക് വഴിയിൽ നിന്ന് നീക്കണം. ആര്യൻ ഞെട്ടിപ്പോയി. രാഘവൻ പുഴയിൽ ചാടി മരിച്ചതല്ല, അയാളെ കൊന്നതാണോ? തൻ്റെ സ്വന്തം കമ്മീഷണറും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ? പെട്ടെന്ന് വീടിനു പുറത്ത് കാറുകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡാണ്. അവർ നിന്നെയും കൊലയാളിയായി മുദ്രകുത്തി വെടിവെക്കാൻ വരികയാണ് ആര്യൻ. ഇപ്പോൾ നമുക്ക് ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ, വരുൺ പറഞ്ഞു. പുറത്ത് പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങുന്നു. തറവാട് വീടിന് ചുറ്റും കമാൻഡോകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ആര്യൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വന്നിരിക്കുന്നത് കമ്മീഷണറുടെ വിശ്വസ്തനായ ഇൻസ്പെക്ടർ സൈമണും സംഘവുമാണ്. ആര്യൻ, നിനക്ക് എന്നെ വിശ്വസിക്കാം. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ശത്രുക്കളാണ്. വരുൺ തൻ്റെ ലാപ്ടോപ്പ് ബാഗിലാക്കിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ ഒരു നിമിഷം ആലോചിച്ചു. തൻ്റെ കമ്മീഷണർ തന്നെ ചതിച്ചിരിക്കുന്നു. ഇപ്പോൾ കീഴടങ്ങിയാൽ താൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുങ്ങുകയോ ചെയ്യും. അമ്മാവ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. പക്ഷേ നിയമത്തിനു മുന്നിൽ നിങ്ങളെ എത്തിക്കേണ്ടത് എൻ്റെ കടമയാണ്, ആര്യൻ കരുണാകരൻ നായരോട് പറഞ്ഞു. എന്നിട്ട് വരുണിന് നേരെ തിരിഞ്ഞു. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. പക്ഷേ അമ്മാവനെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് വീടിൻ്റെ പിൻവാതിൽ തകർത്ത് സൈമണും സംഘവും അകത്തേക്ക് കയറി. വെടിവെക്കരുത്, ആര്യൻ അലറി. പക്ഷേ സൈമൺ ലക്ഷ്യം വെച്ചത് വരുണിനെ ആയിരുന്നു. വെടിയുണ്ടകൾ ചുവരിൽ തറച്ചു. ആര്യൻ മറുപടിയായി വായുവിലേക്ക് വെടിവെച്ചുകൊണ്ട് വരുണിനെയും വലിച്ച് വീടിൻ്റെ താഴത്തെ നിലയിലുള്ള രഹസ്യ അറയിലേക്ക് ഓടിക്കയറി. അവിടെ ഒരു രഹസ്യ തുരങ്കമുണ്ടായിരുന്നു. തറവാട്ടിലെ കാരണവന്മാർ പണ്ട് പണിതത്. ആര്യനും വരുണും അതിലൂടെ ഇഴഞ്ഞു നീങ്ങി. നിനക്കെങ്ങനെ അറിയാം? വരുൺ അത്ഭുതത്തോടെ ചോദിച്ചു. കുട്ടിക്കാലത്ത് ഞാനിവിടെ ഒളിച്ചു കളിക്കുമായിരുന്നു, ആര്യൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവർ പുറത്തെത്തിയത് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു റബ്ബർ തോട്ടത്തിലായിരുന്നു. മഴ അപ്പോഴും തോർന്നിരുന്നില്ല. ആര്യൻ, നിന്റെ കമ്മീഷണർ വെറുമൊരു കണ്ണി മാത്രമാണ്. ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ശക്തിയുണ്ട്. ആ മെഡിക്കൽ പരീക്ഷണത്തിന് പണം മുടക്കിയത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്, വരുൺ വെളിപ്പെടുത്തി. ആര്യൻ ഞെട്ടിപ്പോയി. രാജ്യം ഭരിക്കുന്ന ശക്തികളാണ് തനിക്ക് മുന്നിലുള്ളത്. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ ഈ ഗവൺമെൻറ് തന്നെ താഴെ വീഴും. അതുകൊണ്ടാണ് അവർ എന്നെ വേട്ടയാടുന്നത്. പക്ഷേ എനിക്ക് നിന്റെ സഹായം വേണം. പോലീസിൻ്റെ സെർവറിൽ കയറി ഒരു ഫയൽ എനിക്ക് ആക്സസ് ചെയ്യണം, വരുൺ പറഞ്ഞു. അപ്പോഴാണ് ആര്യൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അത് സലീം അയച്ചതാണ്. സർ, നിങ്ങളെ പിടിക്കാൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് കരുണാകരൻ കൊല്ലപ്പെട്ടു. കുറ്റം നിങ്ങളുടെ തലയിലാണ് ഇട്ടിരിക്കുന്നത്, സൂക്ഷിക്കണം. ആര്യൻ്റെ കൈകൾ വിറച്ചു. തൻ്റെ അമ്മാവനെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ട് അത് തൻ്റെ മേൽ കെട്ടിവെച്ചു. താനിപ്പോൾ ഒരു കൊലപാതകിയാണ്, നിയമത്തിൻ്റെ കണ്ണിൽ ഒരു പിടികിട്ടാപ്പുള്ളി. ഇനി പിന്നോട്ടില്ല. ആര്യൻ്റെ കണ്ണുകളിൽ പ്രതികാരം ജ്വലിച്ചു. നമുക്ക് കമ്മീഷണർ ഓഫീസിൽ കയറണം, പക്ഷേ പോലീസുകാരനായല്ല, ഒരു നിഴലായി. ആര്യൻ മാധവ് ഇപ്പോൾ നിയമത്തിൻ്റെ കാവൽക്കാരനല്ല, മറിച്ച് നിയമം വേട്ടയാടുന്ന ഒരാളാണ്. സ്വന്തം അമ്മാവനെ കൊന്നു എന്ന വ്യാജ ആരോപണം അയാളെ തളർത്തിയില്ല, പകരം കൂടുതൽ കരുത്തനാക്കി. നമുക്ക് 3 മണിക്കൂർ സമയമേ ഉള്ളൂ വരുൺ. പുലർച്ചെ 5 മണിയാകുമ്പോൾ സിറ്റിയിൽ ഷിഫ്റ്റ് മാറും. അതാണ് ഏറ്റവും കുറഞ്ഞ സുരക്ഷയുള്ള സമയം, ആര്യൻ പ്ലാൻ വിവരിച്ചു.
വരുൺ തൻ്റെ ടാബ്ലറ്റിൽ കമ്മീഷണർ ഓഫീസിൻ്റെ ബ്ലൂ പ്രിൻ്റ് എടുത്തു. മെയിൻ സെർവർ റൂം 3-ാം നിലയിലാണ്. അവിടെ എത്തണമെങ്കിൽ ബയോമെട്രിക് ആക്സസ് വേണം. നിന്റെ ID ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ആര്യൻ പുഞ്ചിരിച്ചു. ID ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ വിരലടയാളം സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ അവർക്ക് സമയം കിട്ടിക്കാണില്ല. അവർ ഒരു പഴയ ആംബുലൻസിലാണ് കമ്മീഷണർ ഓഫീസിന് സമീപം എത്തിയത്. ആര്യൻ പോലീസിൻ്റെ യൂണിഫോം ഉപേക്ഷിച്ച് കറുത്ത ട്രാക്ക് സ്യൂട്ടും മാസ്കും ധരിച്ചു. സലീമിൻ്റെ സഹായത്തോടെ ഓഫീസിൻ്റെ പിൻവശത്തെ ചെറിയ ഗേറ്റ് അവർക്കായി തുറക്കപ്പെട്ടു. സർ, സൂക്ഷിക്കണം, സൈമണും സംഘവും അകത്തുണ്ട്, സലീം വയർലെസ് വഴി മന്ത്രിച്ചു. ആര്യനും വരുണും വെന്റിലേഷൻ ഡക്റ്റിലൂടെ സെർവർ റൂമിന് മുകളിലെത്തി. അതിസാഹസികമായി അവർ താഴേക്കിറങ്ങി. വരുൺ ഉടൻ തന്നെ സെർവറിലേക്ക് തൻ്റെ ലാപ്ടോപ്പ് ബന്ധിപ്പിച്ചു. ഡാറ്റ കോപ്പി ആകുന്നു. 10%, 20%. ആര്യൻ, ഇതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. പ്രൊജക്റ്റ് ഫോണിക്സ് വെറുമൊരു മരുന്ന് പരീക്ഷണമായിരുന്നില്ല. അത് ഒരു ജനതയെ മുഴുവൻ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ബയോളജിക്കൽ വെപ്പൺ ആയിരുന്നു. പെട്ടെന്ന് മുറിക്കുള്ളിലെ ചുവന്ന ലൈറ്റുകൾ കത്താൻ തുടങ്ങി. അലാറം മുഴങ്ങി. അവർ നമ്മളെ കണ്ടെത്തി, വരുൺ പരിഭ്രമിച്ചു. വാതിൽ തകർത്ത് സൈമണും സംഘവും അകത്തേക്ക് പാഞ്ഞെടുത്തു. ആര്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്മോക്ക് ഗ്രനേഡ് തറയിലിട്ടു. മുറി പുക കൊണ്ട് നിറഞ്ഞു. കാഴ്ച മറഞ്ഞതോടെ ആര്യൻ ആക്രമികളെ നേരിട്ടു. വെടിയൊച്ചകൾ ആ കെട്ടിടത്തെ നടുക്കി. ഡാറ്റ കിട്ടി, നമുക്ക് പോകാം, വരുൺ വിളിച്ചു പറഞ്ഞു. അവർ ടെറസിലേക്ക് ഓടിക്കയറി. അവിടെ വെച്ച് സൈമൺ ആര്യനെ തടഞ്ഞു. ഇനി എങ്ങോട്ടും പോകില്ല ആര്യൻ, നീ ഒരു രാജ്യദ്രോഹിയാണ്. സൈമൺ തോക്ക് ചൂണ്ടി. രാജ്യദ്രോഹി ഞാനല്ല സൈമൺ, നീ സേവിക്കുന്ന നിന്റെ യജമാനന്മാരാണ്, ആര്യൻ ശാന്തമായി പറഞ്ഞു. പെട്ടെന്ന് ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടു. അത് പോലീസിൻ്റേതായിരുന്നില്ല. കറുത്ത നിറത്തിലുള്ള അടയാളങ്ങളില്ലാത്ത ഒരു ഹെലികോപ്റ്റർ. അതിൽ നിന്ന് ഒരാൾ താഴേക്ക് കയറിട്ട് കൊടുത്തു. ആരാണിവർ? ആര്യൻ വരുണിനോട് ചോദിച്ചു. ഇതാണ് ദ ട്രയാഡ്, നീതി നടപ്പിലാക്കാൻ എത്തുന്നവർ. വരുൺ ആ കയറിൽ പിടിച്ചു തൂങ്ങി. ആര്യന് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. സൈമൺ വെടിയുതിർക്കുന്നതിന് മുൻപ് ആര്യനും ആ കയറിൽ പിടിച്ചു. ഹെലികോപ്റ്റർ ആകാശത്തേക്ക് ഉയർന്നു. പക്ഷേ ആര്യനെ ഞെട്ടിച്ചത് അതല്ലായിരുന്നു. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് സീറ്റിലിരുന്ന് മുഖത്തെ മാസ്ക് മാറ്റിയത് മറ്റാരുമായിരുന്നില്ല, കൊല്ലപ്പെട്ടു എന്ന് കരുതിയ രാഘവൻ. ഹെലികോപ്റ്റർ കൊച്ചി നഗരത്തിൻ്റെ വെളിച്ചങ്ങളിൽ നിന്നകന്ന് കടലിനു മുകളിലൂടെ പറന്നു. ആര്യൻ പകച്ചുപോയി. പുഴയിൽ ചാടി മരിച്ചുവെന്ന് താൻ ഉറച്ചു വിശ്വസിച്ച രാഘവൻ ജീവനോടെ തൻ്റെ മുന്നിലിരിക്കുന്നു. രാഘവൻ, നിങ്ങളെങ്ങനെ? ആര്യൻ്റെ വാക്കുകൾ പൂർത്തിയായില്ല. മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവനാണ് ഞാൻ, ആര്യൻ, രാഘവൻ ഹെലികോപ്റ്റർ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് പുഴയിലേക്ക് ചാടിയത് നിങ്ങളെ വിശ്വസിപ്പിക്കാനായിരുന്നു. എൻ്റെ മരണം ഉറപ്പായാൽ മാത്രമേ പോലീസും കമ്മീഷണറും ജാഗ്രത കുറയ്ക്കൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഹെലികോപ്റ്റർ കടലിന് നടുവിലുള്ള ഒരു വലിയ ചരക്ക് കപ്പലിൽ ലാൻഡ് ചെയ്തു. അവിടെ ആയുധധാരികളായ ഒരു വലിയ സംഘം തന്നെയുണ്ടായിരുന്നു. എല്ലാവരുടെയും കൈകളിൽ ആ വിചിത്രമായ ചിഹ്നം. വൃത്തത്തിനുള്ളിലെ 3 അമ്പുകൾ പച്ച കുത്തിയിട്ടുണ്ട്. സ്വാഗതം ആര്യൻ മാധവ്, ദി ട്രയാഡ് എന്ന ഈ ലോകത്തേക്ക്, വരുൺ പറഞ്ഞു. കപ്പലിനുള്ളിലെ ഒരു വലിയ കമാൻഡ് സെൻറ്ററിൽ എത്തിയപ്പോൾ ആര്യൻ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രമുഖരായ പല രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും രഹസ്യ ഇടപാടുകളുടെ വിവരങ്ങൾ അവിടെ സ്ക്രീനുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആര്യൻ, നീ കരുതുന്നത് പോലെ ഞങ്ങൾ വെറുമൊരു കൊലയാളി സംഘമല്ല. രാഘവൻ ആര്യൻ്റെ തോളിൽ കൈവച്ചു. നിയമം പണത്തിനു മുന്നിൽ മുട്ടുമടക്കുമ്പോൾ നീതി നടപ്പിലാക്കാൻ രൂപം കൊണ്ടതാണ് ഈ സംഘടന. ശേഖർ വർമ്മയെയും അഞ്ജലിയെയും ഞങ്ങൾ ശിക്ഷിച്ചു. നിന്റെ അമ്മാവൻ കരുണാകരൻ നായരെ ഞങ്ങൾ കൊന്നിട്ടില്ല. അത് കമ്മീഷണറുടെ ആളുകൾ ചെയ്തതാണ്. രാഘവൻ ഒരു വീഡിയോ പ്ലേ ചെയ്തു.
ജസ്റ്റിസ് കരുണാകരൻ നായരെ കമ്മീഷണറുടെ വിശ്വസ്തനായ സൈമൺ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഇത് പുറം ലോകം അറിഞ്ഞാൽ കമ്മീഷണറും ആഭ്യന്തരമന്ത്രിയും ജയിലിലാകും, ആര്യൻ പറഞ്ഞു. അതും മാത്രമല്ല ആര്യൻ, വരുൺ ഇടപെട്ടു. നാളെ രാവിലെ 8 മണിക്ക് കൊച്ചിയിൽ ഒരു വലിയ മെഡിക്കൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവിടെ വെച്ച് ഈ പ്രൊജക്റ്റ് ഫോണിക്സിൻ്റെ പരിഷ്കരിച്ച രൂപം ഒരു വാക്സിൻ എന്ന വ്യാജേന വിതരണം ചെയ്യാൻ അവർ പദ്ധതിയിടുന്നു. അത് ഉപയോഗിച്ചാൽ ജനങ്ങളുടെ പ്രതിരോധശേഷി തകർക്കപ്പെടും. പിന്നീട് അവർക്ക് മരുന്നു മാഫിയയുടെ അടിമകളായി കഴിയേണ്ടി വരും. ആര്യൻ തൻ്റെ കൈത്തണ്ടയിലെ മുറിവ് മുറുക്കി കെട്ടി. ഇത് തടയണം, പക്ഷെ എങ്ങനെ? നഗരം മുഴുവൻ എന്നെ തിരയുകയാണ്. രാഘവൻ ആര്യന് ഒരു സ്പെഷ്യൽ ഫോഴ്സ് യൂണിഫോമും ആധുനികമായ ഒരു സ്നിപ്പർ റൈഫിളും കൈമാറി. നാളെ രാവിലെ 8 മണിക്ക് ആ കോൺഫറൻസ് ഹാളിൽ ആഭ്യന്തരമന്ത്രിയും കമ്മീഷണറും എത്തും. നീതി നിയമത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല ആര്യൻ. അവർ ശിക്ഷിക്കപ്പെടണം. ലോകം കാണണം അവർ ചെയ്ത പാപങ്ങൾ. ആര്യൻ തൻ്റെ തോക്കിലേക്ക് നോക്കി. ഒരു വശത്ത് താൻ സത്യം ചെയ്ത നിയമം, മറുവശത്ത് ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു വലിയ കുറ്റകൃത്യം. എനിക്ക് ഒരു പ്ലാനുണ്ട്, ആര്യൻ പറഞ്ഞു. പക്ഷേ അതിൽ ചോര വീഴണമോ എന്ന് തീരുമാനിക്കുന്നത് അവരായിരിക്കും. കൊച്ചി നഗരം ഉണർന്നത് കനത്ത പോലീസ് കാവലിലായിരുന്നു. അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസ് നടക്കുന്ന ഹാളിലേക്ക് VIP-കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കമ്മീഷണറും ആഭ്യന്തരമന്ത്രിയും വേദിയിൽ ഇരിപ്പുറപ്പിച്ചു. അവർ സുരക്ഷിതരാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതേസമയം ഹാളിന് എതിർവശത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ആര്യൻ മാധവ് തൻ്റെ സ്നിപ്പർ റൈഫിളുമായി നിലയുറപ്പിച്ചു. അയാളുടെ ചെവിയിലെ കമ്മ്യൂണിക്കേറ്ററിൽ വരുണിൻ്റെ ശബ്ദം കേട്ടു. ആര്യൻ, സിസ്റ്റം ഹാക്ക് ചെയ്തു കഴിഞ്ഞു. 3, 2, 1 ഇപ്പോൾ. പെട്ടെന്ന് കോൺഫറൻസ് ഹാളിലെ വലിയ സ്ക്രീനുകളിൽ മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോകൾക്ക് പകരം മറ്റൊരു ദൃശ്യം തെളിഞ്ഞു. ജസ്റ്റിസ് കരുണാകരനെ സൈമൺ വെടിവെച്ച് കൊല്ലുന്നതും ആഭ്യന്തരമന്ത്രി പ്രൊജക്റ്റ് ഫോണിക്സ് എന്ന ജൈവായുധത്തെക്കുറിച്ച് സംസാരിക്കുന്നതുമായ രഹസ്യരേഖകൾ ഹാളിനുള്ളിലെ എല്ലാവരും കണ്ടു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലൂടെ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഹാളിനുള്ളിൽ പരിഭ്രാന്തി പടർന്നു. ആഭ്യന്തരമന്ത്രിയും കമ്മീഷണറോടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സലീം, ഇപ്പോൾ തന്നെ അവരെ തടയൂ, ആര്യൻ വയർലെസ് വഴി നിർദ്ദേശം നൽകി. സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷണറെയും മന്ത്രിയെയും വളഞ്ഞു. പക്ഷേ സൈമൺ തൻ്റെ തോക്കെടുത്ത് സലീമിന് നേരെ ചൂണ്ടി. ആ സെക്കൻഡിൽ ആര്യൻ്റെ വിരൽ സ്നിപ്പറിൻ്റെ ട്രിഗറിൽ അമർന്നു. ഠേ! സൈമണിൻ്റെ കയ്യിലെ തോക്ക് തെറിച്ചുപോയി. ആര്യൻ അയാളെ കൊന്നില്ല, പകരം നിരായുധനാക്കി. തൊട്ടടുത്ത നിമിഷം ആര്യൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആര്യൻ മാധവ്, നീ തീർന്നു, കമ്മീഷണർ അലറി. ഇല്ല സർ, തീർന്നത് നിങ്ങളാണ്, ആര്യൻ ശാന്തമായി പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ച സിസ്റ്റം തന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പുറത്ത് ജനങ്ങൾ നിങ്ങളെ കാത്തുനിൽപ്പുണ്ട്. ആഭ്യന്തരമന്ത്രിയെയും കമ്മീഷണറെയും വിലങ്ങുവെച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആര്യൻ ദൂരെ ഒരു കറുത്ത കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതിനുള്ളിൽ രാഘവനും വരുണും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ആര്യന് നേരെ ഒന്ന് തലയാട്ടി. ദ ട്രയാഡ് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി നിഴലുകളിലേക്ക് മറഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം നഗരം ശാന്തമായി. ആര്യൻ മാധവ് വീണ്ടും തൻ്റെ പഴയ ഓഫീസിലെത്തി. അയാളുടെ മേശപ്പുറത്ത് ഒരു കവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആ വിചിത്രമായ ചിഹ്നം പതിപ്പിച്ചിരുന്നു. ഉള്ളിലെ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീതി നടപ്പിലാക്കി ആര്യൻ. പക്ഷേ ഓർത്തിരിക്കുക, ലോകം മുഴുവൻ നീതിമാന്മാരല്ല. ഇരുട്ട് വീണ്ടും പടരുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. ആര്യൻ ആ കത്ത് കത്തിച്ചു കളഞ്ഞു. അയാൾ തൻ്റെ ജനാലയിലൂടെ നഗരത്തിലേക്ക് നോക്കി. മഴ തോർന്നിരിക്കുന്നു. പക്ഷേ നിഴലുകൾ എപ്പോഴും അവിടെയുണ്ടാകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ തൻ്റെ തൊപ്പി തലയിൽ വെച്ച് പുറത്തേക്ക് നടന്നു. പുതിയൊരു കേസിലേക്ക്, പുതിയൊരു പോരാട്ടത്തിലേക്ക്.